ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ശുചിത്വം പ്രാചീന കാലം മുതൽ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്തു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ പ്രതിരോധ സംവിധാനം ആകാശ് പ്രൈമിന്റെ പരീക്ഷണം വിജയകരം. വിവരസാങ്കേതിക വിദ്യയെ രാഷ്ട്ര വികസനത്തിനായി ഗുണപരമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 150-ലധികം രാജ്യങ്ങളിൽ ഏകീകൃത താരിഫ് നിരക്ക് ഏർപ്പെടുത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലാസ് വെഗാസിൽ നടന്ന ഫ്രീ സ്റ്റൈൽ ചെസ് ഗ്രാൻഡ് സ്ലാം ടൂറിൽ ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ R പ്രജ്ഞാനന്ദയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. ശുചിത്വം പ്രാചീന കാലം മുതൽ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യത്തെ വൃത്തിയുള്ള നഗരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. स्वच्छता पर बोल देना प्राचीन काल से ही हमारी सांस्कृतिक और आध्यात्मिक चेतना का आधार रहा है. अपने घरों को, उपासना स्थलों को तथा आसपास के परिवेश को स्वच्छता रखने की परंपरा हमारी जीवन शैली का अभिन्न अंग थी. साफ सफाई मेरे संस्कार और स्वभाव का और मेरे जैसे करोड़ों देशवासियों के संस्कार और स्वभाव का हिस्सा रहा है. വിവിധ വിഭാഗങ്ങളിലായി 78 പുരസ്കാരങ്ങളാണ് വിതരണം ചെയ്തത്. മികച്ച ശുചിത്വ പരിപാലനത്തിന് മട്ടന്നൂർ നഗരസഭയ്ക്കും പുരസ്കാരം ലഭിച്ചു. നഗരസഭാ അധികൃതർ ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരം ഏറ്റുവാങ്ങി. ജയ്പൂരിൽ നടക്കുന്ന സഹകാരിത ഏവം റോസ്ഗാർ ഉത്സവ് പരിപാടിയിൽ പങ്കെടുക്കാനായി കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് രാജസ്ഥാനിലെത്തും. വിവിധ സർക്കാർ ജോലികളിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട 8000 ഉദ്യോഗാർത്ഥികൾക്ക് അദ്ദേഹം നിയമന കത്തുകൾ കൈമാറും. സഹകരണ മേഖലയിലെ വിവിധ അടിസ്ഥാന സൌകര്യ പദ്ധതികളും ഉദ്ഘാടനം ചെയ്യും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഞായറാഴ്ച സർവകക്ഷി യോഗം വിളിച്ചു. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടുകയാണ് ലക്ഷ്യം. ഈ മാസം 21 മുതൽ അടുത്ത മാസം 21 വരെയാണ് വർഷകാല സമ്മേളനം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ പ്രതിരോധ സംവിധാനം ആകാശ് പ്രൈമിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യൻ സൈന്യം. കിഴക്കൻ ലഡാക്കിൽ 15,000 അടി ഉയരത്തിലായിരുന്നു പരീക്ഷണം. DRDOയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ആർമി എയർ ഡിഫൻസാണ് 2 ദിവസത്തെ പരീക്ഷണം നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പശ്ചിമബംഗാളിലും ബീഹാറിലും സന്ദർശനം നടത്തും. ബീഹാറിലെ മോത്തിഹാരിയിൽ 7,200 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. 4 പുതിയ അമൃത് ഭാരത് ട്രെയിനുകളും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. പശ്ചിമബംഗാളിൽ 5,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് ശ്രീ മോദി തറക്കല്ലിടും. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഉൾപ്പെടെയുള്ള കേന്ദ്ര മന്ത്രിസഭാ തീരുമാനങ്ങളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ആ ലക്ഷ്യത്തിലേക്കുള്ള മറ്റൊരു നിർണായക ചുവടുവയ്പ്പാണ് PM ധൻധാന്യ കൃഷി യോജന എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിവര സാങ്കേതിക വിദ്യയെ രാഷ്ട്ര വികസനത്തിനായി ഗുണപരമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി. ജൻ ശിക്ഷൻ സംസ്ഥാന്റെ ഭാഗമായി മലപ്പുറം അമൽ കോളേജ് ക്യാമ്പസിലെ സ്കിൽ സെന്ററിൽ ആരംഭിച്ച നൈപുണ്യ കോഴ്സുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണ ഡിഗ്രി കോഴ്സുകൾക്കൊപ്പം കുട്ടികൾ നൈപുണ്യ വികസനവും പരിശീലിക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. PM വികാസ് പദ്ധതിക്ക് കീഴിലുള്ള നൈപുണ്യ പരിശീലന വനിതാ സംരംഭകത്വ വികസന പരിപാടി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്തു. കോട്ടയത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിലാണ് പരിപാടി. പാലക്കാട് ജില്ലയിൽ 3ാമതൊരാൾക്ക് കൂടി നിപ സംശയിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. നിപ ബാധിച്ച് മരിച്ചയാളുടെ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുള്ള മകന്റെ സാമ്പിളാണ് തുടർ പരിശോധനയ്ക്കായി അയച്ചിട്ടുള്ളത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. നിലവിൽ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 7 പേരാണ് ഐസൊലേഷനിൽ കഴിയുന്നത്. ജില്ലയിലാകെ 385 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. 1568 വീടുകളിൽ പനി സർവേ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇന്ന് മണ്ണാർക്കാട് നഗരസഭയിലെ 3 വാർഡുകളിൽ സർവേ നടക്കുന്നുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി ടീം 150 വവ്വാലുകളുടെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. കണ്ടെയ്ൻമെന്റ് സോണിലെ വാർഡുകളിലുള്ളവർ
നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ വിദ്യാർത്ഥികൾക്ക് H1N1 അല്ല ഇൻഫ്ലുവൻസ എ ആണ് സ്ഥിരീകരിച്ചതെന്ന് ജില്ലാ ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. സീറോ ടൈപ്പിംഗ് ടെസ്റ്റിലൂടെയേ H1N1 സ്ഥിരീകരിക്കാൻ സാധിക്കൂ. രോഗബാധിതരായ 4 കുട്ടികളുടെയും ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്നും ഒരാൾ മാത്രമാണ് ആശുപത്രി ചികിത്സയിൽ ഉള്ളതെന്നും ജില്ലാ സർവേലൻസ് ഓഫീസർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ആലപ്പുഴയിലും എറണാകുളം മുതൽ മലപ്പുറം വരെയും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 20 വരെ മീൻ പിടിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ രാത്രി മലയോര മേഖലകളിൽ ശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് മരുതോങ്കര വില്ലേജിൽ 16 കുടുംബങ്ങളിലെ 49 പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. കോഴിക്കോട് ജില്ലയിൽ ഇന്നും മഴയ്ക്ക് അല്പം ശമനമുണ്ടെങ്കിൽ രാത്രി അതിശക്തമായ മഴയാണ് ലഭിച്ചത്. കുറ്റ്യാടി മരുതോങ്കര പശുക്കടവിൽ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. കാവിലുംപാറ തൊട്ടിൽപ്പാലം പുഴയിലും ജലനിരപ്പ് ഉയർന്നു. പ്രദേശത്തെ 3 കുടുംബങ്ങൾ മാറി താമസിച്ചു. ഈങ്ങാപ്പുഴ ദേശീയപാതയിൽ വെള്ളക്കെട്ടുണ്ടായി. കക്കയം ഡാമിൽ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് പൂർണ്ണ സജ്ജരായിരിക്കാൻ ഫയർ ആൻഡ് റെസ്ക്യൂ, KSEB തുടങ്ങിയ വിഭാഗങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം അന്വേഷിച്ച് അടിയന്തരമായ റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി വി ശിവൻകുട്ടി. സംഭവം അതീവ ദുഃഖകരമാണെന്ന് മന്ത്രി പറഞ്ഞു. 150-ലധികം രാജ്യങ്ങളിൽ ഏകീകൃത താരിഫ് നിരക്ക് ഏർപ്പെടുത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പുതിയ നടപടിയുടെ കീഴിൽ വരുന്നവർ US-മായി വലിയ തോതിൽ വ്യാപാരം നടത്താത്ത രാഷ്ട്രങ്ങളാണെന്നും ട്രംപ് അറിയിച്ചു. അതേസമയം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഇടക്കാല വ്യാപാരത്തിനായുള്ള ചർച്ചകൾ ഉടൻ പൂർത്തിയാകുമെന്നും ജപ്പാനെക്കുറിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയിലെ അലാസ്കയിൽ ശക്തമായ ഭൂചലനം. ഇന്ത്യൻ സമയം പുലർച്ചെ 2 മണിയോടെയാണ് റിക്ടർ സ്കെയിലിൽ 7.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം അനുഭവപ്പെട്ടത്. അലാസ്കയിലെ സാൻ പോയിന്റിൽ നിന്ന് 87 കിലോമീറ്റർ അകലെയാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. കാര്യമായ നാശനഷ്ടങ്ങളോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം പ്രദേശത്ത് സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലാസ് വെഗാസിൽ നടന്ന ഫ്രീ സ്റ്റൈൽ ചെസ് ഗ്രാൻഡ് സ്ലാം ടൂറിൽ ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദയ്ക്ക് ജയം. ലോക 1-ാം നമ്പർ മാഗ്നസ് കാൾസനെ പ്രജ്ഞാനന്ദ പരാജയപ്പെടുത്തി. ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് നടക്കും. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് പ്രീ ക്വാർട്ടറിൽ ഇന്ത്യയുടെ ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ് റെങ്കിറെഡ്ഡി സഖ്യം ചൈനീസ് സഖ്യത്തോട് പരാജയപ്പെട്ടു. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെന്നും ജപ്പാൻ താരത്തോട് പരാജയപ്പെട്ടു. വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ അനുപമ ഉപാധ്യായ ഇന്ന് ചൈനീസ് താരത്തെ നേരിടും. രാജ്യത്തെ 10 ലക്ഷം പേർക്ക് സൌജന്യമായി നിർമ്മിത ബുദ്ധിയിൽ പരിശീലനം നൽകുമെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഗ്രാമതല സംരംഭകർക്ക് ഇതിൽ മുൻഗണന നൽകുമെന്നും ഡിജിറ്റൽ ഇന്ത്യയുടെ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. ശനിയാഴ്ച നടക്കുന്ന പാലക്കാട് IIT-യുടെ 7ാമത് ബിരുദദാന ചടങ്ങിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മുഖ്യാതിഥിയാകും. IIT ബോർഡ് ഓഫ് ഗവർണേഴ്സ് ചെയർമാൻ രമേശ് വെങ്കടേശ്വരൻ അധ്യക്ഷനാകും. 328 വിദ്യാർത്ഥികൾ ചടങ്ങിൽ ബിരുദ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങും. ഇന്ന് കർക്കിടകം 1 രാമായണം പാരായണത്തിന്റെയും നാലമ്പല ദർശനത്തിന്റെയും ഭക്തിസാന്ദ്രമായ 31 ദിനരാത്രങ്ങൾക്ക് കൂടിയാണ് ഇന്ന് തുടക്കമായത്. സംസ്ഥാനത്തുടനീളം നാലമ്പല ദർശനത്തിനുള്ള ചടങ്ങുകൾ പുലർച്ചെ ആരംഭിച്ചു. കർക്കിടക വാവുബലി ഈ മാസം 24-നാണ്. അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് മുൻ മന്ത്രിയുമായ CV പത്മരാജന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് പരവൂരിൽ നടക്കും. ഉച്ചയ്ക്ക് 1 മണിവരെ കൊല്ലം ആനന്ദവല്ലീശ്വരത്തെ വീട്ടിൽ പൊതുദർശനമുണ്ടാകും. കൊല്ലം അർബൻ സഹകരണ ബാങ്കിലും DCC ഓഫീസിലും പൊതുദർശനമുണ്ടാകും. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും ഇരകളെ തങ്ങളുടെ അവകാശത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനു വേണ്ടിയാണ് എല്ലാ വർഷവും ജൂലൈ 17 അന്താരാഷ്ട്ര നീതിന്യായ ദിനമായി ആചരിക്കുന്നത്. അന്താരാഷ്ട്ര ക്രിമിനൽ ജസ്റ്റിസ് ദിനമെന്നും ഈ ദിനം അറിയപ്പെടുന്നു. ഓഗസ്റ്റ് 1 മുതൽ 125 യൂണിറ്റ് വരെ സൌജന്യ വൈദ്യുതി നൽകുമെന്ന് പ്രഖ്യാപിച്ച ബീഹാർ സർക്കാർ ജൂലൈ മുതലുള്ള ബില്ലുകളിൽ ഇത് പ്രതിഫലിക്കും. തീരുമാനം 1,67,00,000 കുടുംബങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജമ്മുവിലെയും കശ്മീരിലെയും മോശം കാലാവസ്ഥയെ തുടർന്ന് അമർനാഥ് യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. ബാൽട്ടൽ പഹൽഗാം മേഖലയിൽ ശക്തമായ മഴയെ തുടർന്നാണ് യാത്ര ഇന്നത്തേക്ക് നിർത്തിവച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ശുചിത്വം പ്രാചീന കാലം മുതൽ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്തു.
ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ പ്രതിരോധ സംവിധാനം ആകാശ് പ്രൈമിന്റെ പരീക്ഷണം വിജയകരം. വിവര സാങ്കേതിക വിദ്യയെ രാഷ്ട്ര വികസനത്തിനായി ഗുണപരമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 150-ലധികം രാജ്യങ്ങളിൽ ഏകീകൃത താരിഫ് നിരക്ക് ഏർപ്പെടുത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലാസ് വേഗാസിൽ നടന്ന ഫ്രീ സ്റ്റൈൽ ചെസ് ഗ്രാൻഡ് സ്ലാം ടൂറിൽ ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ R പ്രജ്ഞാനന്ദയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.